പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 4 വർഷ ഡിഗ്രിയെ കുറിച്ച് വിശദമായിട്ട് പറയുന്ന വീഡിയോ സീരീസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 4 വർഷ ഡിഗ്രിയുടെ 4ാം വർഷത്തെ കുറിച്ചാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. 4 വർഷ ഡിഗ്രിയുടെ 3ാം വർഷത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ആബിൾസ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ വർഷം 4 വർഷ ഡിഗ്രിയുടെ ഫസ്റ്റ് 3 ഇയർ ബാച്ചാണ്. ഫസ്റ്റിലെ 3ാം വർഷമാണ്. അങ്ങനെ 3ാമത്തെ വർഷം കഴിഞ്ഞ് 4ാം വർഷത്തിലേക്ക് അടുത്ത അക്കാദമിക് ഇയറിൽ കടക്കാൻ പോവുകയാണ്. അടുത്ത അക്കാദമിക് ഇയറിൽ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നമ്മൾ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങളോട് അധ്യാപകർ ചോദിക്കും, ചിലപ്പോൾ ഒരു ഫോം തരാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഒക്കെ കോളേജിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് 4ാം വർഷത്തിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളോട് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഇട്ടായിരിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 4ാം വർഷത്തിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 4ാം വർഷത്തിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യത്തെ 3 വർഷത്തെ എല്ലാ സബ്ജക്റ്റും പാസ്സാവണം. അങ്ങനെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 133 ക്രെഡിറ്റ് ലഭ്യമാക്കും. ഓക്കെ, കുറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എനിക്ക് 133 ക്രെഡിറ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങളെ സിലബസിൽ പറയുന്ന എല്ലാ സബ്ജക്റ്റും പാസ്സായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റും അതിന്റെ ഇന്റേൺഷിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ 133 ക്രെഡിറ്റ് ലഭ്യമാകുന്നതാണ്. അങ്ങനെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു, നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4ാം വർഷം ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു വിദ്യാർത്ഥി 3 വർഷം കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാ സബ്ജക്റ്റും പാസ്സായി നല്ല മാർക്കുണ്ട്, വിദ്യാർത്ഥിക്ക് തോന്നുന്നത് എനിക്കും 4ാമത്തെ വർഷം ആവശ്യമില്ല, ആ വിദ്യാർത്ഥിക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. എക്സിറ്റ് ചെയ്താൽ അതിന്റെ നിർദ്ദേശം കോളേജ് ഓഫീസിൽ നൽകിയാൽ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിച്ച് വാങ്ങാവുന്നതാണ്. ഓക്കെ, 4ാം വർഷത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പോയാൽ മതി. 4ാം വർഷത്തിൽ 44 ക്രെഡിറ്റിന്റെ വിവിധ സബ്ജക്റ്റുകളാണുള്ളത്. മേജർ ഉണ്ടായിരിക്കും, പ്രൊജക്ട് ഉണ്ടായിരിക്കും, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് 4ാം വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുക. ഈ സബ്ജക്ട് കോമ്പിനേഷനുകളൊക്കെ പറയാത്തത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും ഇതിന്റെ ലെവലിൽ മാറ്റങ്ങളുണ്ട്. ഈ 4ാം വർഷം 2 രീതിയിൽ പോകാം. ഒന്ന് ഹോണേഴ്സും മറ്റൊന്ന് ഹോണേഴ്സ് വിത്ത് റിസർച്ചും. ഹോണേഴ്സ് എല്ലാ കോളേജിലും ലഭ്യമാകും. അപ്പോൾ ഡിഗ്രി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കോളേജിലും ഹോണേഴ്സ് ലഭ്യമാകും. എന്നാൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ലഭ്യമാകണമെങ്കിൽ ഒന്നെങ്കിൽ റിസർച്ച് സെന്റർ ആയിരിക്കണം, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് സെന്റർ ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രിയർ അപ്രൂവൽ എടുത്ത് ആ ഡിപ്പാർട്ട്മെന്റിലെ 2 അധ്യാപകരെങ്കിലും PhD ഉള്ള അധ്യാപകരായിരിക്കണം, ഡോക്ടറേറ്റ് ഉള്ള അധ്യാപകരായിരിക്കണം. അതാണ് കാലിക്കറ്റിന്റെ റൂളാണ്. ആ അധ്യാപകർക്ക് ഹോണേഴ്സ് വിത്ത് റിസർച്ചിന്റെ ഗൈഡായി മാറാവുന്നതാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കോളേജിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് നൽകുന്നുണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യാം. അവിടെയും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആദ്യത്തെ 6 സെമസ്റ്ററിലെ ടോട്ടൽ മാർക്കിന്റെ പെർസെൻറ്റേജ് 75% വേണമെന്നുള്ളത്. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള അപേക്ഷ കൊടുക്കാം. ഒരു അധ്യാപകന് നിശ്ചിത എണ്ണം ഓണേഴ്സ് വിത്ത് റിസർച്ചിന്റെ വിദ്യാർത്ഥികളെ ചൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാലിക്കറ്റിൽ അത് 5 വിദ്യാർത്ഥികളാണ്. 5 വിദ്യാർത്ഥികൾക്കാണ് ഒരു അധ്യാപകന് കീഴിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, അതാണ് 4ാം വർഷത്തെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 177 ക്രെഡിറ്റ് ലഭ്യമാകും. 177 ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോണേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. അതിൽ തന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ചൂസ് ചെയ്തതെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുക. ഇവിടെയുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വിദ്യാർത്ഥി ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ എല്ലാ സബ്ജക്റ്റും പാസ്സായില്ല, ആ വിദ്യാർത്ഥിക്ക് 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു തടസ്സമുണ്ട്. എന്നാൽ ആ വിദ്യാർത്ഥി പിന്നീട് അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നത്തെ വർഷത്തിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിന്റെ കൂടെയൊക്കെ ഓണേഴ്സിലേക്ക് റീ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് സെമ്മിൽ അല്ലെങ്കിൽ തേർഡ് സെമ്മിൽ ഒരു സപ്ലി ഉണ്ട്, അത് ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, പിന്നീട് ഞാൻ ആ സപ്ലി എഴുതി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഓണേഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും, ജൂനിയേഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് 7 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ വർഷം 3 ഇയർ ഡിഗ്രി ആണ്, 3ാമത്തെ വർഷമാണുള്ളത്. ഈ വർഷത്തിൽ 6 സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിക്ക് സപ്ലി കുടുങ്ങി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് അടുത്ത വർഷം
4ാം വർഷത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് പിന്നത്തെ വർഷം 7 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കണം. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 4ാമത്തെ വർഷത്തിലേക്ക് പഠിക്കാം. പക്ഷേ അവിടെ എല്ലാ സബ്ജക്റ്റും പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ ഈ വർഷം. പിന്നീട് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് റീ അഡ്മിഷൻ എടുത്ത് ഓണേഴ്സ് ചെയ്യാനും സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ വർഷത്തിൽ PG ലെവൽ സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4ാമത്തെ വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സെയിം സബ്ജക്റ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്, എനിക്ക് എക്കണോമിക്സിലെ PG കംപ്ലീറ്റ് ചെയ്യാൻ 1 വർഷത്തെ PG മതി. ഞാൻ എക്കണോമിക്സ് ആണ് കഴിഞ്ഞത്, എനിക്ക് MBA ആണ് പഠിക്കേണ്ടത്. ഓണേഴ്സ് വിത്ത് ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 4 വർഷ ഡിഗ്രി. പക്ഷെ എനിക്ക് MBA ആണ് പഠിക്കേണ്ടത്, PG കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ആ PG 2 വർഷം നിർബന്ധമായി ചെയ്യേണ്ടി വരും. പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുകയാണ്. ഞാൻ പഠിച്ച മേജറിന് സമാനമായിട്ടുള്ള PG ആണ് 1 വർഷം ചെയ്യാൻ സാധിക്കാം. എനിക്ക് MSW പഠിക്കാൻ സാധ്യതയുണ്ട്, താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ഓണേഴ്സ് ഡിഗ്രി കിട്ടി. എനിക്ക് 1 വർഷം കൊണ്ട് MSW കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ എക്കണോമിക്സ് ആണ് എൻ്റെ ഓണേഴ്സ് ഡിഗ്രി. എനിക്ക് MSW പഠിക്കണമെങ്കിൽ 2 വർഷത്തെ MSW പഠിക്കണം. അതുപോലെ തന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഡയറക്റ്റ് ആയിട്ട് PhDക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഓണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ആയിട്ട് നെറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കും. PGക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നെറ്റ് പരീക്ഷ എഴുതാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.